ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ രാജ്യത്ത് അഭിമാന നേട്ടം. അതിദാരിദ്ര്യ നിരക്ക് 27.1% നിന്ന് 5.3% കുറഞ്ഞതായി ലോകബാങ്ക്. 269 ദശലക്ഷം ജനങ്ങളാണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിതരായത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിലെ കണക്കാണ് പുറത്തുവിട്ടത്. ഐസൻ ജോസ് ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഐസൻ. അനിൽ നമ്പ്യാർ, അതിദാരിദ്ര്യമുക്തരാക്കുന്നതിന് വേണ്ടി സമൂഹത്തിലെ ജനങ്ങളെ, അതിദാരിദ്ര്യത്തിൽ കഴിയുന്നവരെ അതിൽ നിന്നും മുക്തരാക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ നടപടികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറ്റതിന് പിന്നാലെ തന്നെ വളരെ കൃത്യമായി നടപ്പാക്കിയത്. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം എന്ന് ഉദ്ദേശിക്കുന്നത് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും ബാങ്കിങ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലൂടെയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രായോഗികമായി നടപ്പാക്കുക. അതായത് തൊഴിലവസരങ്ങൾ വർദ്ധിക്കുക, നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്നതിന് സ്വാഭാവികമായി തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുക. അതിന് ഭാഗമായി സ്കിൽ ഇന്ത്യ പോലുള്ള പദ്ധതികൾ നടപ്പാക്കുകയും ഡിജിറ്റൽ ഇന്ത്യ പദ്ധതികൾ വഴി ഇത്തരത്തിലുള്ള പദ്ധതികൾ, പോവർട്ടി അലിവിയേഷൻ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറ്റ ആ ഘട്ടത്തിൽ തന്നെ തീരുമാനമെടുത്തിരുന്നു. അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു നേട്ടമായാണ് നമുക്കിപ്പോൾ ഇതിനെ കാണാൻ സാധിക്കുന്നത്. 2011-2012 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 27.1% അതിദാരിദ്ര്യ നിരക്ക് ഭാരതത്തിലെങ്കിൽ ഇന്ന് ഇപ്പോൾ 2022-23 കണക്ക്, വേൾഡ് ബാങ്കിൻ്റെ അനലൈസ് ചെയ്ത കണക്കുകൾ പ്രകാരം 2022-23 5.3 ആയി അത് ചുരുങ്ങിയിരിക്കുന്നു എന്നാണ്. അതായത് ഏതാണ്ട് 22% കുറഞ്ഞിരിക്കുന്നു അതിദാരിദ്ര്യം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ അതിദാരിദ്ര്യം 22% കുറയ്ക്കാൻ കഴിഞ്ഞ 11 വർഷത്തിനിടെ, അല്ലെങ്കിൽ 8-10 വർഷത്തിനിടെ കൃത്യമായും അതിദാരിദ്ര്യത്തിൽ വളരെ വലിയൊരു കുറവ് വരുത്താൻ ഭാരതത്തിന് സാധിച്ചു എന്നത് ഏറ്റവും വലിയ മികച്ച നേട്ടമായി തന്നെയാണ് വേൾഡ് ബാങ്ക് വിലയിരുത്തുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെയും പ്രധാനമന്ത്രി ചിനാബ് നദിക്ക് മുകളിലുള്ള വലിയ പാലം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിലും ഇക്കാര്യം എടുത്തു പറഞ്ഞിരുന്നു. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യമുക്തരാക്കിയ ഒരു സംവിധാനമാണ് ഇപ്പോൾ 10 വർഷമായി രാജ്യം ഭരിക്കുന്നത് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരു വാലിഡേഷൻ കൂടിയാണ്. അപ്പോൾ കണക്കുകൾ പറയുമ്പോൾ കൃത്യമായും 27.1% നിന്നും 5.3% ചുരുങ്ങുമ്പോൾ ഏതാണ്ട് 27 കോടിയോളം ജനങ്ങൾ ദാരിദ്ര്യമുക്തരായി എന്നതാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. തീർച്ചയായും പ്രധാനമന്ത്രി പറഞ്ഞ കണക്കുകളുടെ കൂടുതലാണ്. അതായത് പ്രധാനമന്ത്രി 25 കോടിയാണെങ്കിൽ 27 കോടിയോളം ജനങ്ങൾ മുക്തരായി ദാരിദ്ര്യത്തിൽ നിന്ന് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പല ഘടകങ്ങൾ ഇക്കാര്യത്തിലുണ്ട് എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും തൊഴിൽ നൈപുണ്യശേഷി വർദ്ധിപ്പിക്കുന്നതും വഴി പ്രായോഗികമായി ദാരിദ്ര്യമുക്തരാക്കാൻ സാധിക്കുമെന്ന ഒരു തത്വശാസ്ത്രത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. തീർച്ചയായും നിക്ഷേപം, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വഴിയുള്ള നിക്ഷേപങ്ങളുണ്ടാവുക, MSME പോലുള്ള സംവിധാനങ്ങളെ കാര്യക്ഷമമാക്കാൻ സാധിക്കുക, അത്തരത്തിൽ വ്യാവസായിക രംഗത്തും ഉൽപ്പാദന രംഗത്തും കൃത്യമായ വർധനവുണ്ടാക്കുന്നത്, കൃത്യമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ഇവരുടെ പർച്ചേസിംഗ് പാരിറ്റി വർദ്ധിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും അതുവഴി ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വരുമാനം ഉണ്ടാവുകയും ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാവുകയും ചെയ്തിരിക്കുന്നു. ഇത്തരത്തിലൊരു മോഡൽ, അതായത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള പല മോഡലുകളിൽ നിന്നും കുറേ കൂടി ഫാസ്റ്റ് മൂവിങ് ആയൊരു മോഡലാണ് ഇപ്പോൾ നമുക്ക് ഈ കണക്കുകളിൽ നിന്നും ഈ ലഭ്യമായ സൂചനകളിൽ നിന്നും ഫാസ്റ്റ് മൂവിങ് മോഡലാണ് മോദി സർക്കാർ നടപ്പാക്കിയത് എന്നുകൂടി വിലയിരുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. 10-12 വർഷങ്ങൾക്കിടയിൽ ഇത്രയും വലിയൊരു മാറ്റം ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിൽ മോദി സർക്കാർ വൻതോതിൽ വിജയിച്ചിരിക്കുന്നു. ആരോഗ്യ സുരക്ഷയുടെ രംഗത്തും അതുപോലുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതെല്ലാം തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ്. രോഗങ്ങളും ആരോഗ്യസ്ഥിതി കൃത്യമായി നിലനിർത്തുന്നതിനും ചികിത്സ കുറേ കൂടി പ്രായോഗികമായി എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനും അത്തരത്തിലുള്ള പോഷകാഹാര വിഷയങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഹോളിസ്റ്റിക്കായ സമഗ്രമായൊരു സമീപനമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടത്. അത്തരമൊരു സമീപനം വളരെ പ്രായോഗികമായി ഭാരതം നടപ്പാക്കി എന്നതിന് തെളിവ് കൂടിയാണിത്. തീർച്ചയായും ഭാരതത്തിൻ്റെ ഈ നേട്ടം ലോകത്തിൽ മുന്നിൽ ഭാരതത്തെ വീണ്ടും നെറുകയിലെത്തിക്കുന്നതാണ്. വികസനം എന്നുള്ളത് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമല്ല, മറിച്ച് രാജ്യത്തെ ഓരോ ജനങ്ങൾക്കും അന്ത്യോദയ എന്ന ആശയം കൃത്യമായി നടപ്പായിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ കണക്കുകളിൽ തന്നെ സൂചിപ്പിക്കുന്നത്. അനിൽ നമ്പ്യാർ. ഐസൻ, ലോകബാങ്ക് പുറത്ത് വിട്ട കണക്കിൽ 2011-12 കാലത്ത് 344.47 മില്യൺ ആളുകൾ ആയിരുന്നു അതിദാരിദ്ര്യത്തിൻ്റെ പിടിയിൽ ആയത്. നോക്കൂ, 2022-23 ആയപ്പോഴേക്ക് 75.24 മില്യൺ ജനങ്ങളായി അത് കുറഞ്ഞിരിക്കുന്നു. ഐസൻ നേരത്തെ ചില സൂചകങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു. എന്തുകൊണ്ട് അതിദാരിദ്ര്യം ഇത്ര താഴ്ന്നു വന്നു എന്ന കാര്യത്തിൽ ചില സൂചകങ്ങളൊക്കെ ആ വേൾഡ് ബാങ്ക് റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, അല്ലേ? ഭരണ മികവുണ്ടെങ്കിൽ, കൃത്യമായ പരിപാടികൾ ആവിഷ്കരിക്കാമെങ്കിൽ
അതിദാരിദ്ര്യം പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാനാവും? അതിലേക്കുള്ള ആദ്യ പടിയായിട്ട് തന്നെയല്ലേ ഇതിനെ കാണേണ്ടത്? തീർച്ചയായും അനിൽ നമ്പ്യാർ, അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിന് വലിയൊരു വിജയം നേടിക്കഴിഞ്ഞു ഭാരതം എന്നത് തന്നെയാണ്. അതായത് 27% നിന്ന് 27 കൃത്യമായി പറഞ്ഞാൽ 27.1 നിന്ന് 5.3 മാറ്റം വന്നിരിക്കുന്നു. അതായത് കൃത്യമായി പറഞ്ഞാൽ 22% അതിദാരിദ്ര്യം കുറയ്ക്കാൻ ഭാരതത്തിന് സാധിച്ചു. അതും ഭാരതം പോലുള്ള വലിയൊരു രാജ്യത്ത് 22% നിന്ന് താഴേക്ക് ചുരുക്കുക എന്ന് പറയുമ്പോൾ അനിൽ നമ്പ്യാർ പറഞ്ഞ കണക്കുകൾ തന്നെയാണ് അവിടെ ബാധകമാകുന്നത്. 344 ദശലക്ഷം എന്ന അല്ലെങ്കിൽ 344.47 ദശലക്ഷം എന്ന കണക്കിൽ നിന്ന് 75.24 ദശലക്ഷം എന്ന കണക്കിലേക്ക് ചുരുങ്ങുക. അതായത് 1/3 ചുരുങ്ങുക, അതിനേക്കാൾ താഴത്തേക്ക് 1/1 4/1 ചുരുക്കാൻ ഒരു സാധ്യത നമുക്ക് പറ്റി എന്നുണ്ടെങ്കിൽ അത് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട വിഷയം തന്നെയാണ്. വിജയകരമായൊരു പരീക്ഷണം നടന്നു കഴിഞ്ഞിരിക്കുന്നു, അതിൻ്റെ നേട്ടം രാജ്യത്തിന് ലഭ്യമായിരിക്കുന്നു എന്ന് തന്നെയാണ്. തീർച്ചയായും വേൾഡ് ബാങ്ക് ഇക്കാര്യം ഉദ്ധരിക്കുമ്പോൾ, വേൾഡ് ബാങ്ക് ഇക്കാര്യം കൃത്യമായി പറയുകയും ചെയ്യുമ്പോൾ ഒരു സാമൂഹ്യ ഗുണഫല സൂചിക ഇൻഡെക്സിൽ ഭാരതം മുന്നേറി എന്ന കൃത്യമായ നിഗമനത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് പലതും മറ്റു ചില കാര്യങ്ങൾ കൂടി വായിച്ചെടുക്കാൻ സാധിക്കും. സാർവത്രികമായ വിദ്യാഭ്യാസം ഇവർക്ക് ലഭ്യമാകുന്നുണ്ടാകും. അതിദാരിദ്ര്യത്തിൻ്റെ കണക്കുകളിൽ നിന്നും മോചിതരാകുമ്പോൾ സ്വാഭാവികമായും വിദ്യാഭ്യാസം, അതുപോലെ തന്നെ മറ്റു സാമൂഹ്യനീതി, എല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യത എത്തുന്നു എന്നതാണ്. സാമൂഹ്യനീതി വിഷയങ്ങളിലും അതുപോലെ തന്നെ ഉച്ചനീചത്വം ഒഴിവാക്കുന്നതിനും ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത് എല്ലാ സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്ന സമ്പത്തിൻ്റെ വിതരണം എന്ന ഒരു ആശയമുണ്ട്. എല്ലാവർക്കും തുല്യമായി രാജ്യത്തിൻ്റെ സ്വത്ത് വീതം വയ്ക്കുന്ന അല്ലെങ്കിൽ ലഭ്യമാകുന്ന, അതിന്മേൽ അവകാശമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ വളരെ കൃത്യമായ നീക്കം നടത്താൻ ഭാരതത്തിൻ്റെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ്, അതായത് നിരവധി ഘടകങ്ങൾ ഇക്കാര്യത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആരോഗ്യരക്ഷയുടെ കാര്യമായിരിക്കാം, പോഷകാഹാരം ലഭ്യമാക്കുന്നതിൻ്റെ കാര്യമാണ്, അതുപോലെ തന്നെ ചൈൽഡ് മോർട്ടാലിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ രംഗങ്ങളിലും കാര്യക്ഷമമായി ഇടപെടാൻ സാധിച്ചത് തന്നെയാണ് ഇത്തരമൊരു വലിയ നേട്ടത്തിലേക്ക് എത്താൻ സാധിച്ചത്. അത് വാലിഡേറ്റ് ചെയ്യുകയാണ് ലോകബാങ്ക് എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. ഗ്രാമപ്രദേശങ്ങളിലെ അതിദാരിദ്ര്യം 18.4% നിന്നും 2.8%, നഗരപ്രദേശങ്ങളിലെ അതിദാരിദ്ര്യം 10.7% നിന്നും 1.1% കഴിഞ്ഞ 11 വർഷം കൊണ്ട് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ രാജ്യത്തിന് ഇത് അഭിമാന നേട്ടമാണ്. അതിദാരിദ്ര്യ നിരക്ക് 27.1% നിന്ന് 5.3% കുറഞ്ഞതായി ലോകബാങ്കിൻ്റെ റിപ്പോർട്ട്. 269 ദശലക്ഷം ജനങ്ങളാണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിതരായത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിലെ കണക്കാണ് ലോകബാങ്ക് പുറത്തുവിട്ടത്. ഐസൻ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.